ഹലോ ഗൈസ്, ഫ്ലിപ്കാർട്ടിൽ സെയിൽ നടക്കുകയാണ്. 12-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെയാണ് ഗോട്ട് സെയിൽ എന്ന് പറഞ്ഞ നടക്കുകയാണ്. അപ്പൊ ആദ്യമേ എന്തുകൊണ്ട് വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും മാത്രം മറ്റേ സെയിൽ എന്ന് പറയാനായിട്ട് അതിനകത്തൊരു ഡിസ്കൗണ്ട് ഞാൻ കണ്ടില്ല, അതാണ് സത്യം. പിന്നെ ഇപ്പൊ ഈ വീഡിയോ എന്തുകൊണ്ട് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കണ രീതിയിൽ ഒരു പരിപാടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ അതിന് കണ്ടിരിക്കാൻ വയ്യ. കാരണം ഞാൻ തന്നെ ഇപ്പം കുറെ ദിവസം കൊണ്ട് ആ ഒരു സാധനം നോക്കി ഇരുന്നിട്ട് അവര് പ്രൈസ് കുറയെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പറ്റിക്കണ രീതിയിലാണ് കാണിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നമുക്ക് എല്ലാത്തിനും ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഒരു ഡ്രോപ്പ് കുറച്ചുണ്ട്. അതെന്തായാലും നോക്കാം. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ചേക്കാം. നമുക്ക് ഫ്ലിപ്കാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗോട്ട് സെയില് ഇപ്പോൾ ഉണ്ട്. സംഭവം ഞാൻ ഒരു കാസിയോയുടെ യൂത്ത് സീരീസ് ഒരു വാച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസം കൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ സെയിൽ വന്ന സമയത്ത് ഞാൻ അത് വാങ്ങാം എന്നുള്ള ഒരു പ്ലാനില് ഇരിക്കുകയായിരുന്നു. ഇതാണ് വാച്ച്. കാസിയോ യൂത്ത് WS 1600H 1AVDF എന്ന് പറഞ്ഞാൽ ഈ വാച്ചാണ് ഞാൻ നോക്കി ഇരുന്നത്. ഇതിന് ശരിക്കുള്ള പ്രൈസ് 3295 രൂപയാണ്. ഇത് അവരെ കാസിയോയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് ഈ ഒരു പ്രൈസാണ്. എന്നാൽ ഇവരുടെ ഈ സെയിൽ സമയത്ത് ടോപ്പ് ഡിസ്കൗണ്ട് ഓഫ് ദി സെയിൽ എന്ന് പറഞ്ഞിട്ട് 1779 രൂപയാണ് ഇപ്പൊ കാണിക്കണത്. എന്നാൽ ഈ സാധനം ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, സ്റ്റോക്ക് ഇല്ല. നോട്ടിഫൈ മീ ഓപ്ഷൻ ആണ് ഉള്ളത്, വരുമാ അറിയിക്കാൻ. എന്നാൽ ഈ സാധനം സ്റ്റോക്ക് വരുമ്പോൾ ഇപ്പൊ ഈ സെയിൽ തുടങ്ങിയതിനു ശേഷം ഈ സെയിൽ തുടങ്ങിയ സമയത്ത് കാണിച്ചിരുന്നത് 1680 ആയിരുന്നു. അപ്പൊ ഈ സാധനം സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഈ സാധനം സ്റ്റോക്ക് വരുമ്പോൾ ഒറിജിനൽ പ്രൈസ് ആവും 3295 രൂപ. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത്. ഓക്കെ, ആൾക്കാർ ഇങ്ങനെ ഈ സെയിലിന്റെ പ്രൈസിൽ വെച്ചിട്ട് സാധനം വാങ്ങിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സെയില്? നിങ്ങൾക്കൊക്കെ ശരിക്കും പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ സെയിൽ നടത്തരുത്. ആവശ്യമില്ലാതെ വെറുതെ ആൾക്കാരെ പറ്റിക്കണമെങ്കിൽ പണി ചെയ്യരുത്. അത് പോരാഞ്ഞിട്ട് ബാക്കിയുള്ളതിന്റെ കേസ് ഞാൻ പറയണ്ടല്ല. പിന്നെ മറ്റേ ഫ്ലിപ്കാർട്ടിന്റെ ആക്സിസ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ 500, 200, 1000 രൂപ കുറച്ച് കിട്ടും. പണ്ടുണ്ടായിരുന്ന മറ്റേ കൂപ്പൺ ഉണ്ട്. ഈ സെയിൽ സമയത്തൊക്കെ നമുക്ക് സാധനം വാങ്ങാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഫോണാണെങ്കിൽ എന്താണെങ്കിലും അതിനകത്ത് 500, 1000 രൂപ, 2000, 5000 രൂപയൊക്കെ കൂപ്പൺ ഉണ്ട്. ആ കൂപ്പൺ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടും. എന്നാൽ ഇപ്പൊ അങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ നമുക്ക് ഐഫോൺ എടുക്കാം. ഐഫോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ iPhone 16 16, അതായത് iPhone 16 63,999 രൂപ. ശരിക്കും റേറ്റ് 79,999 രൂപയാണ് കാണിക്കുന്നത്. ഇപ്പൊ സെയിലിനായിട്ട് 66,000 രൂപയാണ്. ബാങ്ക് ഓഫർ കൂടെ ഇങ്ങനെയാണ് ഈ പറയുന്ന എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് 63,000 രൂപയ്ക്ക് കിട്ടും. ഇതിലെന്തിന് പറയാൻ ഐഫോൺ 14 ഒരിക്കലും എടുക്കരുത്. 15 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡീലാണ്. 62,000. അപ്പൊ പിന്നെ 60 മറ്റേ എടുത്തൂടെ? 63,000 രൂപയ്ക്ക് 64,000. 16 iPhone 13 ഒരിക്കലും എടുക്കരുത്. എടുത്തവരൊക്കെ സർവീസ് സെന്ററിൽ കയറിഞ്ഞിറങ്ങി. പിന്നെ സാംസങ് അപ്പൊ S24 ഇപ്പം 46,999 രൂപയ്ക്കുണ്ട്. ഒരിക്കലും എടുക്കരുത്. മറ്റേ വേസ്റ്റ് നോക്സ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. എക്സിനോസ് ചൂടാവും. മറ്റേ വാങ്ങിച്ചവരൊക്കെ മറ്റേ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. മറ്റേ കാറിന്റെ AC വെന്റിനകത്ത് ചൂടാവണ കാരണം. S24 FE 37,999 രൂപയ്ക്കുണ്ട്. ഒരിക്കലും എടുക്കല്. വീണ്ടും എക്സിനോസ് ആണ്. എക്സിനോസ് ഒന്നും എടുക്കരുത് കേട്ടോ. സാംസങ്ങിന്റെ ഫോണെ തൽക്കാലം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. S25 Ultra ഒക്കെ ഉണ്ട്. ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിന് പലയിടത്തും ഓഫ്ലൈൻ കിട്ടും. നത്തിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3A ഇപ്പോ നമുക്ക് ആ ഒരു ഹാഷ്ടാഗ് ഉണ്ടല്ലോ, ആ ഹാഷ്ടാഗ് ബാങ്ക് ഓഫർ കൂടി വരുമ്പോഴാണ് ഈ പറയുന്ന 22,000 രൂപയ്ക്ക് ഫോൺ കിട്ടും. അല്ലാതെ നമുക്ക് ഫോൺ എടുത്തു കഴിഞ്ഞാൽ 25,000 രൂപ. ഓക്കെ, സന്തോഷമായില്ലേ? ഏത് കാർഡ് ഓഫർ? മറ്റേ HDFC, ICICI, ആക്സിസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറയും. ഇതിനകത്ത് ഈ പറയുന്ന സെയിലിന്റെ പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ ആക്സിസ് കാർഡ് ഉണ്ടെങ്കിൽ 3150 രൂപ നമുക്ക് ഡിസ്കൗണ്ട് ആയി കിട്ടും. അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസായി 25,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് സെയിൽ. എനിക്കിത് ഇതിനകത്ത് ഇപ്പൊ ഒന്നും എടുത്ത് പറയാനില്ല. എനിക്ക് എടുത്ത് പറയാനില്ല. കാരണം എന്ത്, ഒരു സെയിൽ എന്ന് പറഞ്ഞ് വെറുതെ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ കാണിച്ചു കൂട്ടി വെച്ചിരിക്കണം. ആമസോണിൽ സെയിൽ കഴിഞ്ഞു 12, 13, 13, 14 3 ദിവസം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ചിലതിനൊക്കെ ഇല്ലെന്ന് പറയാനില്ല. ആമസോണിൽ ഞാൻ കണ്ടു ചില സെലക്റ്റീവ് ആയിട്ടുള്ളതിനൊക്കെ നമുക്ക് 500 രൂപ കൂപ്പണൊക്കെ കിട്ടുന്നതുണ്ട്. ഒന്നും ഇല്ലെന്ന് പറയാനില്ല, ഉണ്ട്. പക്ഷെ കൂടുതൽ കാർഡ് വെച്ചൊക്കെയാണ്.
പക്ഷെ ഈ പരിപാടി ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കണ പരിപാടി കാണിക്കരുത്. നിങ്ങൾക്ക് സെയിൽ കൊടുക്കാൻ പറ്റൂല, സെയിൽ മറ്റേ പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ സെയിൽ നടത്തണ്ട, സാധാരണ രീതിയിൽ ആൾക്കാർ സാധനം വാങ്ങിച്ചോളും. ഇങ്ങനെ ഒരുമാതിരി മറ്റേ 1750 കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മറ്റേ കണ്ണു തുറന്ന് ഇങ്ങനെ എപ്പോഴും വരും നോക്കി നോട്ടിഫൈ മീൻ കൊടുത്തിട്ടിരിക്കുമ്പോ സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് 3000 അതിന്റെ ഒറിജിനൽ പ്രൈസ് 3200 രൂപ കൊടുക്കണം. ഇത് കോമഡി. അത് ഈ എല്ലാം ആ ബാങ്ക് ഓഫർ കാർഡ് വെച്ച് തന്നെ പോണം.